students. So today let us discuss the second topic of first module, pressure and its measurement. Okay, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്രഷർ എന്താണെന്നൊക്കെ. എന്നാലും നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുത്തു. ഇന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലൂയിഡ് മെക്കാനിക്സിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. റസ്റ്റിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്, അതിലൊന്ന് പ്രഷർ ആണ്. അപ്പോൾ ഒരു ബീക്കറിൽ അറ്റ് റെസ്റ്റ് ഉള്ളൊരു വാട്ടർ എടുത്തു. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് എനി പോയിന്റ് ഓഫ് ദിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് force exerted on this element of water by all other molecules surrounding the considered molecule. നമ്മളൊരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൂയിഡിന്റെ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് all the forces applied by the surrounding molecules on this fluid element considered by the area of that fluid. So pressure at any point is equal to force by area of that fluid element at that point. Okay, but if equation നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ആരാണ് ഈ ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫ്ലൂയിഡ് എലിമെന്റ് ഉണ്ടാവും. അതിന് ചുറ്റും സറൗണ്ടിങ് മോളിക്യൂൾസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റിലുള്ള ഫ്ലൂയിഡിന്റെ എലിമെന്റിന്റെ മേലെ അതിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എലിമെന്റ്സ് exert ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് എലിമെന്റ്, അതിനാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രഷറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ. ദെൻ ഏരിയയുടെ SI യൂണിറ്റ് ഇസ് മീറ്റർ സ്ക്വയർ. സോ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വേറൊരു പേരും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയാം, പാസ്കൽ. PA, Pascal. Newton per meter square is also known as Pascal. That is 1 Pascal is equal to 1 Newton per meter square. ഈ പാസ്കൽ എന്നുള്ള പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ പണ്ട് പാസ്കൽസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പാസ്കൽസ് ലോ? നിങ്ങൾ സിലബസിൽ പഠിക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം പാസ്കൽസ് ലോ എന്താണ്. നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് എലിമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് എക്സ് ഡയറക്ഷനിലുള്ള പ്രഷറും വൈ ഡയറക്ഷനിലുള്ള പ്രഷറും സെഡ് ഡയറക്ഷനിലുള്ള പ്രഷറും സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രഷറിനെ പാസ്കലിനോടുള്ള ബഹുമാനം കണക്കാക്കിയിട്ട് നമ്മൾ ആ പ്രഷറിന്റെ യൂണിറ്റിന് പാസ്കൽ എന്നും കൂടെ പറയും. ഓക്കെ, ദെൻ വേറൊരു യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് ബാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ബാറിലാണ്, അല്ലേ? ബാർ ഇസ് ഈക്വൽ ടു 1 ബാർ ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ 1 ബാർ എന്ന് പറയുന്നത്. 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ 1 ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷറിനെ പറ്റി ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. പ്രഷർ എന്താണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ സറൗണ്ടിങ് മോളിക്യൂൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് എലിമെന്റ് വി ആർ കൺസിഡറിങ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ അതിന്റെ യൂണിറ്റ് പറഞ്ഞു. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് SI യൂണിറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസ്കൽ. ദെൻ വേറെ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാർ ആണ്. 1 ബാർ ഇസ് ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നിങ്ങൾ പ്രഷറിനെ പറ്റി ബേസിക് ആയിട്ട് അറിയേണ്ടത്. പിന്നെ പാസ്കൽസ് ലോ മനസ്സിൽ വെക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലല്ല. സിലബസിൽ പ്രഷറിനെ പറ്റിയുള്ള ഫസ്റ്റ് ടോപ്പിക് വാസ് വേരിയേഷൻ ഓഫ് പ്രഷർ. വേരിയേഷൻ ഓഫ് പ്രഷർ. വേരിയേഷൻ ഓഫ് പ്രഷർ. വേരിയേഷൻ ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബീക്കർ പോലെ നമുക്ക് കുറച്ചുകൂടി വലിയ ബീക്കർ എടുക്കാം. കാരണം നമുക്കൊരു ഡെറിവേഷൻ ഒക്കെ ചെയ്യാനുള്ളതാണ്. ഒരു ബീക്കർ എടുത്തു, അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ്, വാട്ടർ, ഓയിൽ, എന്ത് ഫ്ലൂയിഡ് വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റെസ്റ്റിലുള്ള ഒരു ഫ്ലൂയിഡ് എലിമെന്റിന്റെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റിലുള്ള പ്രഷറിനെക്കാട്ട് കൂടുതലായിരിക്കും ഈ പോയിന്റിലുള്ള പ്രഷർ. ദെൻ ഈ പോയിന്റിനേക്കാട്ട് കൂടുതലായിരിക്കും ഈ പോയിന്റിലുള്ള പ്രഷർ. അതായത് ഈ ഫ്ലൂയിഡിന്റെ സർഫസ് നിന്ന് ഉള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും
pressure in that fluid element also increases. ഓക്കെ, അതെന്താ നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം ഈ ഫ്ലൂയിഡ് എലിമെന്റിന്റെ മേലേക്ക് വരുന്ന പ്രഷർ, ഇത്രയും ഭാഗത്തു നിന്നുള്ള പ്രഷർ മാത്രമേ ഈ ഫ്ലൂയിഡ് എലിമെന്റിന്റെ മേലേക്ക് വരുന്നുള്ളൂ. ഈ ഫ്ലൂയിഡ് എലിമെന്റ് വരുമ്പോഴത്തേക്കും ഇത്രയും ഭാഗത്തു നിന്നുള്ള വാട്ടർ അതിന്റെ മേലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി അത് കൂടുതലായിരിക്കും. ദെൻ ഈ മോളിക്യൂൾ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഡിസ്റ്റൻസിലുള്ള വാട്ടർ ഇതിന്റെ മേലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും, വീണ്ടും പ്രഷർ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ വാട്ടറിന്റെ കേസ് നമ്മൾ സാധാരണ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മെഷർമെന്റ് ഒക്കെ എടുക്കുമ്പോൾ ബേസ് എന്നാണല്ലേ നമ്മൾ സർവേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ലെവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിലൊക്കെ നമ്മൾ ബേസ് എന്നാണ് മെഷർമെന്റ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഷീറ്റിന്റെ ഹൈറ്റ് എടുക്കേണ്ടത് നമ്മൾ ഫ്രം ഹിയർ ഇത്ര മീറ്റേഴ്സ് എന്നൊക്കെ അല്ലേ പറയാം. പക്ഷെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എപ്പോഴും ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഫ്രം ദി സർഫസ് ഓഫ് ഫ്ലൂയിഡ് എടുക്കണം ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഫ്രം ദി സർഫസ് ഓഫ് ഫ്ലൂയിഡ് വെൻ ഡിസ്റ്റൻസ് increases, pressure on that fluid also increases. അത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. For proving that നമ്മൾ ഒരു ഫ്ലൂയിഡ് എലിമെന്റ് കൺസിഡർ ചെയ്യണം. ഫ്ലൂയിഡ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ബ്ലോക്ക്, ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ തന്നെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റെക്ടാങ്കുലർ ബ്ലോക്ക് നമ്മൾ പേരിട്ടു ABCD. ABCD എന്നാണ് ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ പേര്. Then ഇതിന്റെ ഏരിയ ഡെൽറ്റ എ, ഇതിന്റെ ഡെപ്ത് ഡെൽറ്റ സെറ്റ്. ഓക്കെ, ഇത്രയാണ് ഇതിന് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഒരു ഫ്ലൂയിഡ് എലിമെന്റ് ഓഫ് ഏരിയ ഡെൽറ്റ എ ആൻഡ് ഡെപ്ത് ഡെൽറ്റ സെറ്റ് ഇസ് കൺസിഡർ. ആൻഡ് ദിസ് ഫ്ലൂയിഡ് എലിമെന്റ്, ഇതിന്റെ ടോപ്പ് എഡ്ജ് AB is at a distance of Z. AB is at a distance of Z from the surface of fluid. AB is at a distance of Z from the surface of fluid. Okay, അങ്ങനെ ആവുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫ്ലൂയിഡ് എലിമെന്റിന്റെ മേലെ ഉണ്ടാവുന്ന പ്രഷർ എന്താണ്, പർട്ടിക്കുലർ പോയിന്റിലല്ല, ഈ ഫ്ലൂയിഡ് എലിമെന്റിന്റെ മേലെ ഉണ്ടാവുന്ന പ്രഷറിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ പ്രഷറിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മേലെ എന്തൊക്കെ ഫോഴ്സസ് അപ്ലൈഡ് ആവുമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഈ AB എന്ന് പറയുന്ന സർഫസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇത്രയും ഭാഗത്തുള്ള വാട്ടറിന്റെ ഒരു പ്രഷർ ഉണ്ടാവും. ദെൻ ഈ ഭാഗത്തുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ദെൻ ഇതിന്റെ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടാവും. ദെൻ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 4 പ്രഷറാണ്. 4 പ്രഷർ നമുക്ക് പറയാം. കാരണം ഈ ഭാഗത്ത്, ഈ രണ്ട് ഭാഗത്തുനിന്ന് AD BC എന്നുള്ള സൈഡുകളിൽ ഉണ്ടാകുന്ന പ്രഷർ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ അത് കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, AD BC ഇങ്ങനെയല്ല, ഈ ഹൊറിസോണ്ടൽ പ്രഷേഴ്സ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ സാധാരണ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് പോലെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ എഴുതാണ് വാട്ട് ആർ ദി വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ഫ്ലൂയിഡ് എലിമെന്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ സ്മോൾ p ആണെന്ന് വിചാരിക്കാം. ഓക്കെ, and we are also assuming that for every small change of depth dz there is a change in pressure of dp. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, z ഇൻക്രീസ് ചെയ്യുന്തോറും പ്രഷറും ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ ഡിസ്റ്റൻസ് dz ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ dp ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെറ്റ് പ്രഷർ ഇൻക്രീസ്, ഡെൽറ്റ സെറ്റ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ dp by dz into delta z ആയിരിക്കും. dp by dz into delta z. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ പ്രഷറിന്റെ കൂടെ ഈ ഡെൽറ്റ സെറ്റ് ഡിസ്റ്റൻസ് കൊണ്ടുണ്ടായ പ്രഷറും കൂടെ ആഡ് ചെയ്യണം. അത് dp by dz into ഡെൽറ്റ സെറ്റും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ AB എന്നുള്ള സൈഡിലുള്ള പ്രഷർ P ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ DC എന്ന് പറയുന്ന സൈഡിൽ അപ്പോൾ ഈ ഡെൽറ്റ സെറ്റ് ഡിസ്റ്റൻസിൽ അത്രയും എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് DZ പ്രഷർ ഇൻക്രീസസ് DP. അപ്പോൾ ഡെൽറ്റ സെറ്റ് ഇൻക്രീസ് ഓഫ് ഡിസ്റ്റൻസിന് ഉണ്ടാവുന്ന പ്രഷർ ഇൻക്രീസ് dP by dz into ഡെൽറ്റ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവുന്ന ഓരോ ഫോഴ്സസ് എഴുതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് pressure at AB is P എന്നാണ്, and pressure at DC is P plus dP by dz into delta z എന്നാണ്. നമ്മൾ എഴുതാൻ പോകുന്നത് various
ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് എലിമെന്റ് ആണ്. ഫോഴ്സസ് ഓൺ എ ബി സി ഡി ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പ്രഷർ പി ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ഹാവ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ദെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇവിടുത്തെ വേരിയസ് ഫോഴ്സസ് എഴുതുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു അതിൻ്റെ ഏരിയ, പി ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും ഈ എ സൈഡ് ഓൺ സൈഡ് എ ബി. പിന്നെന്താ ഉണ്ടാവുക? നമ്മൾ ഡി സി സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതാ ഡി സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടെ അതിൻ്റെ മേലെ ഇൻക്രീസ് ആയി. ആ ഇൻക്രീസ് ആയ പ്രഷർ ഡി പി ബൈ ഡി സെഡിന് ഡെൽറ്റ സെഡ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കാട്ട് ഒരു ചെറിയ ഇൻക്രീസ് ഓഫ് പ്രഷർ ഇവിടെ ഉണ്ടാവും. അത് പി പ്ലസ് ഡി പി ബൈ ഡി സെഡ് ഓഫ് ഡെൽറ്റ സെഡ് ആണ്. അത് ഇൻറ്റു ഏരിയ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സ് ഇസ് പി പ്ലസ് ഡി പി ബൈ ഡി സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ ഓൺ സൈഡ് സി ഡി. ഓക്കെ, ദെൻ നമുക്ക് എന്താ ഉള്ളത്? വെയിറ്റ്. ഇഫ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് വെയിറ്റ് ഡെൻസിറ്റി ഈസ് സ്മോൾ ഡബ്ല്യു, വെയിറ്റ് ഡെൻസിറ്റി ഈസ് സ്മോൾ ഡബ്ല്യു, വെയിറ്റ് ഓഫ് fluid is equal to weight density into volume. Weight density into volume, that is weight into volume എന്ന് പറഞ്ഞാൽ area into depth ആണ്. area is delta A, depth is delta z. ഇതാണ് വെയിറ്റ്. പിന്നെ രണ്ട് ഫോഴ്സസ് ഉള്ളത് ഏതാണ്? ഈ എ ഡി എന്നുള്ള സൈഡിലും ബി സി എന്നുള്ള സൈഡിലും ആക്റ്റഡ് ആവുന്ന ഫോഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് equal and opposite, so it get cancelled. ഇത്രയാണ് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സസ്. ആൻഡ് നൗ വി ആർ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദിസ് ഫോഴ്സസ്. ഇക്വിലിബ്രിയം ഓഫ് ദിസ് ഫോഴ്സസ്, ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴോട്ടേക്കുള്ള ഫോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, മേലോട്ടേക്കുള്ള ഫോഴ്സസ് ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. ഡൗൺവേർഡ് ഫോഴ്സസ് ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, അപ്വേർഡ് ഫോഴ്സസ് ഒക്കെ നെഗറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ പി ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൗൺവേർഡ് ഫോഴ്സ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. പിന്നെ മൈനസ് പി ഡി പി ബൈ ഡി സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. പി പ്ലസ് ഡി പി ബൈ ഡി സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ ഇസ് അപ്വേർഡ് ഫോഴ്സ്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇട്ടു. പ്ലസ് വെയിറ്റ്, വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്, സോ പ്ലസ് ആണ്. പ്ലസ് വെയിറ്റ് ഇസ് weight density into volume. Volume is delta A into delta Z. Equilibrium ആയതുകൊണ്ട് equal to 0. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. പി ഡെൽറ്റ എ മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്തു, പി ഇൻറ്റു ഡെൽറ്റ എ മൈനസ് ഡി പി ബൈ ഡി സെഡ് ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് W into delta A into delta Z equal to 0. അപ്പോൾ ഈ P delta A and P delta A നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ഇവിടെ കിട്ടുക W into delta A into delta Z equal to dP by dz into delta A into delta Z. അപ്പോൾ രണ്ട് ഭാഗത്തും റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ സെഡ് ഉണ്ട്. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് കിട്ടും dP by dz is equal to W, weight density, that is rate of change of pressure with respect to depth is equal to weight density of that fluid. ഈ ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് rate of increase of pressure is equal to weight density of that fluid, and this law is known as hydrostatic law. Hydrostatic law. Hydrostatic law, it is important. Okay, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പ്രഷർ എന്നൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. പ്രഷർ അറ്റ് എനി ഡെപ്ത് ഉള്ളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് വേണ്ട എക്സ്പ്രഷൻ പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്. നമുക്കറിയാം ഡോ പി ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി എന്ന് കിട്ടി. ആൻഡ് വെയിറ്റ് ഡെൻസിറ്റി നമുക്കറിയാം മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്.
അപ്പോൾ ഈ ഡോ പി ബൈ ഡോ സെഡ് നമുക്ക് പ്രഷർ പി കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ആണ്, ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ഇൻറ്റു ആണ് ഇൻ്റഗ്രൽ ആണ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി ഇൻറ്റു ഡോ സെഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി കോൺസ്റ്റൻ്റ് ആണ്, റോ ജി ഇൻ്റഗ്രൽ ഡോ സെഡ് എന്ന് കിട്ടും ഈക്വൽ ടു റോ ജി ഇൻ്റഗ്രൽ ഓഫ് ഡി സെഡ് ഇസ് സെഡ്, ഇൻ്റഗ്രൽ ഓഫ് ഡി സെഡ് ഇസ് സെഡ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു റോ ജി സെഡ് എന്ന് കിട്ടും. അപ്പോൾ പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഇസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു സെഡ്, വെർ സെഡ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് ഫ്രം ദി സർഫസ് ഓഫ് ഫ്ലൂയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബീക്കർ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ പോയിന്റ് എങ്കിൽ ആ പോയിന്റിലേക്ക് സർഫസ് ഓഫ് ഫ്ലൂയിഡ് എന്നുള്ള ഡിസ്റ്റൻസ് സെഡ് ആണെങ്കിൽ ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു സെഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സിവിൽ പഠിക്കുന്ന ഏത് കാലത്തോളം ആവശ്യമുള്ളൊരു എക്സ്പ്രഷനാണ്. സിവിൽ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ടും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് അത്. പി ഈസ് ഈക്വൽ ടു റോ ജി സെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എന്താ ഇവിടെ, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു സെഡ്. അപ്പോൾ ഏത് പോയിന്റ് സെഡ് എടുത്താലും അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ റോ ജി ഇൻറ്റു സെഡ് ആയിരിക്കും. അത് ഇൻ എ വെർട്ടിക്കൽ സെക്ഷൻ അത് സർഫസ് നിന്ന് താഴോട്ടേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് വേരിയേഷൻ ഓഫ് പ്രഷർ. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത് ഈ സെറ്റിൻ്റെ പേരാണ്. സെറ്റ് ഇസ് നോൺ ആസ് പ്രഷർ ഹെഡ്. സെറ്റ് ഇസ് നോൺ ആസ് പ്രഷർ ഹെഡ്. അപ്പോൾ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് കൺസിഡേർഡ് ഫ്രം ദി സർഫസ് ഓഫ് ഫ്ലൂയിഡ്. അത് ഓർത്ത് വെക്കണം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ അടുത്ത മൊഡ്യൂളിലൊക്കെ ബെർണോളിസ് ഇക്വേഷൻ പഠിക്കും, പിന്നെ ഷെർസീസ് ഇക്വേഷൻ, അങ്ങനത്തെ കുറേ ഇക്വേഷൻസ് പഠിക്കും. അവിടെയൊക്കെ നമ്മളൊരു പ്രഷർ ഹെഡ് എന്താണെന്ന് പറഞ്ഞു തരില്ല. ഓക്കെ, പ്രഷർ ഹെഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ സീനിയേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾ വൈവ് ഒക്കെ നടത്തുമ്പോൾ ഫോർത്ത് ഇയറിൽ തേർഡ് ഇയറിൽ വൈവ് ഒക്കെ നടത്തുമ്പോൾ ഈ പ്രഷർ ഹെഡ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് ആയിട്ട് അവർക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ അത് വളരെ മോശമാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് പ്രഷർ ഹെഡ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഒന്നുമില്ല, പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോയിന്റിലാണോ പ്രഷർ മെഷർ ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് വാട്ടർ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സർഫസ് എന്നുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ ഈ ഇക്വേഷനും ഈ ടേമും ഓർത്ത് വെക്കാം. പ്രഷർ ഹെഡ്, പ്രഷർ അറ്റ് എനി പോയിന്റ് in a fluid is equal to P is equal to rho g into Z, where Z is the distance of that fluid element from the surface of fluid, and Z is also known as pressure head. Okay, നമ്മൾ മാനോമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഈ പ്രഷർ ഹെഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രഷർ മെഷർമെൻറ്റ്. അപ്പോൾ പ്രഷർ മെഷർമെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഓഫ് പ്രഷർ എന്നൊക്കെ വേറസ് പ്രഷേഴ്സ് ഉണ്ട്. നമുക്ക് ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, അങ്ങനെ ഒരുപാട് പ്രഷേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. കാരണം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ എന്നൊക്കെ തന്നെങ്കിൽ നിങ്ങൾക്ക് ആ ടേം മനസ്സിലാവാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഓരോ പേരുകൾ, പ്രഷറിൻ്റെ ഓരോ പേരുകളിലൂടെ പറയാം. ഫസ്റ്റ് വൺ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. നമ്മൾ വെതർ ഫോർകാസ്റ്റിലൊക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇത്രയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 ബാർസിലാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പ്രഷർ പറയുമ്പോൾ ബാർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ ബാർസിലാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുക. അപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സി സർഫസ് എടുക്കാം, മീൻ സി ലെവൽ, MSL സി ലെവൽ എടുത്താൽ ഈ സി ലെവലിൻ്റെ മേലെ എന്തായിരിക്കും? എയർ ആയിരിക്കും. ഈ എയർ ഈ വാട്ടർ സർഫസിൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനാണ് നമ്മൾ 1 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു മീൻ സി ലെവലിൽ നമ്മൾ മീൻ സി ലെവൽ കൺസിഡർ ചെയ്ത് അവിടെ ഉണ്ടാകുന്ന എയർ ആ സി സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇനി രണ്ടാമത്തത്
absolute zero pressure. Absolute zero pressure. Absolute zero pressure. Okay. അപ്പോൾ എബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്യൂം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാക്യൂം നമ്മൾ സ്പേസിലൊക്കെ പോകുമ്പോൾ അവിടെ വാക്യൂം ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാക്യൂത്തിൻ്റെ പ്രഷർ ബേസ് ആയിട്ട് എടുക്കുന്ന പ്രഷറാണ് എബ്സല്യൂട്ട് സീറോ പ്രഷർ. ഓക്കെ, അത് വാക്യൂം ആണ് അവിടെ നമ്മൾ ബേസ് ആയിട്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്കൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അറ്റ്മോസ്ഫിയർ മീൻ സീ ലെവലിലേക്ക്. പക്ഷേ വാക്യൂം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, പ്രഷർ ഇല്ല. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഇല്ലാന്നല്ല, ആ വാക്വത്തിൻ്റെ പ്രഷർ നമ്മൾ സീറോ ആയിട്ട് എടുക്കുന്ന പ്രഷറാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയാം. അതൊരു പ്രഷർ അല്ല, അത് നമുക്ക് 1 bar അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അതൊരു ബേസ് ആണ്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത ടേം പറയുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിലായി മനസ്സിലാവും. നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രഷർ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള പ്രഷർ ഒരു 230 ആണ്, അബ്സല്യൂട്ട് പ്രഷർ 230 ആണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കമ്പയർഡ് ടു ദി അബ്സല്യൂട്ട് സീറോ പ്രഷർ, കമ്പയർഡ് ടു അബ്സല്യൂട്ട് സീറോ പ്രഷർ ദ പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് 230. അങ്ങനെയാണ്. അത് ആ ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ കൺസിഡർ ചെയ്യുന്നത്. വാക്വത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ ആയിട്ട് എടുക്കും. ആ വാക്വത്തിൻ്റെ പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ എന്ത് പ്രഷർ ഉണ്ട്, അതാണ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അപ്പം ഇതേ പോയിന്റിന് തന്നെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടാവും. ഓക്കെ, അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും 2 മെത്തഡാണ് എന്തിൻ്റെ ഫോർ എക്സ്പ്രസിങ് പ്രഷർ അറ്റ് എ പോയിന്റ്. ഈ പോയിന്റിലുള്ള പ്രഷർ 2 bar ആണെന്ന് പറഞ്ഞാൽ 2 bar ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ മീൻ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കമ്പയർ ചെയ്തിട്ട് ഇവിടെയുള്ള പ്രഷർ 2 bars ആണ്. പക്ഷേ ഇവിടെയുള്ള അബ്സല്യൂട്ട് സീറോ പ്രഷർ ഡിഫറെൻ്റ് ആയിരിക്കും. അബ്സല്യൂട്ട് സീറോ പ്രഷറിൽ നമ്മൾ കമ്പയർ ചെയ്തത് ഈ മീൻ സീ ലെവലിലുള്ള പ്രഷറിനോടല്ല, വാക്വം പ്രഷറിനോട് നമ്മൾ ഇവിടുത്തെ പ്രഷർ കമ്പയർ ചെയ്തത്. വാക്വം പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ എയിലുള്ള പ്രഷർ എന്താണ്, അതാണ് എയുടെ അബ്സല്യൂട്ട് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എയുടെ പ്രഷർ എന്താണ്, അതാണ് ഈ എയുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെ നമുക്ക് 2 ടേമും കൂടെ, അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ടെന്നുള്ളൂ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ 2 ടേംസ് ആണ് ഗേജ് പ്രഷർ ആൻഡ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് വാക്വം പ്രഷർ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എയില് പ്രഷർ മെഷർ ചെയ്തു. ആ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കൂടുതലാണ് എങ്കിൽ അതിന് നമ്മൾ ഗേജ് പ്രഷർ എന്ന് വിളിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ അതിന് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രഷർ മെഷർ ചെയ്യുന്നത് പ്രഷർ മെഷറിംഗ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് ഇവിടുത്തെ പ്രഷർ മെഷർ ചെയ്താൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ട് കൂടുതലാണ്. ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഗേജ് പ്രഷറാണ്, ആൻഡ് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് വാക്യൂം പ്രഷർ. ജസ്റ്റ് ആ പേര് അങ്ങനെയാണെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ട് മേലെ കിട്ടിയാൽ ഗേജ് പ്രഷറിന്റെ പേരിടും, താഴെ കിട്ടിയാൽ വാക്യൂം പ്രഷറിന്റെ പേരിടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വേരിയസ് ടേംസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദി എയർ on the surface of sea at mean sea level, and absolute zero pressure എന്ന് പറഞ്ഞാൽ it is the pressure of vacuum. Then absolute pressure എന്ന് പറഞ്ഞാൽ it is the pressure measured by considering absolute zero pressure as the base or reference. And atmospheric pressure എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറാണ്. അതിന് 2 ടേംസ് നമ്മൾ പറയും. നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ട് കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് ഗേജ് പ്രഷർ, അതിനെക്കാട്ട് കുറവാണെങ്കിൽ ഇറ്റ് ഇസ് വാക്യൂം പ്രഷർ. ഓക്കെ, നമ്മൾ സാധാരണ പ്രഷർ മെഷറിംഗ് ഡിവൈസസ്, ബാരോമീറ്റർ അങ്ങനെയുള്ള പ്രഷർ മെഷറിംഗ് ഡിവൈസസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ വരച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ്, അബ്സല്യൂട്ട് സീറോ പ്രഷറിന്. ഓക്കെ, അപ്പോൾ ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറിനെ
ഇവിടെ പ്രഷർ ആണെന്ന് വിചാരിക്കാം. ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ നമ്മൾ എന്താ പറയാ? അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെക്കാട്ട് കൂടുതലായിരിക്കും എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈൻ ആണെന്ന് വിചാരിക്കാം. വാക്വം പ്രഷറിനെക്കാട്ട് കൂടുതൽ, വാക്വത്തിലുള്ള പ്രഷറിനെക്കാട്ട് കൂടുതലായിരിക്കില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് മെഷർമെന്റ് എടുക്കും. പോസിറ്റീവ് പ്രഷർ ഉണ്ടാവും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ട് കൂടുതലുള്ള പ്രഷർ ഉണ്ടാവും, നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും. ഈ പോസിറ്റീവ് പ്രഷർ is also known as gauge pressure and negative pressure is also known as vacuum pressure. Okay, അപ്പോൾ രണ്ട് റെഫറൻസസ് ആണ്. അബ്സല്യൂട്ട് സീറോ റെഫർ ചെയ്യുന്നത് അബ്സല്യൂട്ട് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ റെഫർ ചെയ്യുന്നത് ഗേജ് പ്രഷറും വാക്വം പ്രഷറാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഗേജ് പ്രഷർ, നെഗറ്റീവ് ആണെങ്കിൽ വാക്വം പ്രഷർ. ഓക്കെ, ഇപ്പോൾ അടുത്ത ടോപ്പിക് നമ്മൾ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.